ലോകമെമ്പാടുമുള്ള മലയാളികൾ ഇന്നും ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. നമ്മുടെ ഗാനഗന്ധർവനായ യേശുദാസ് സാറിനെ കുറിച്ചൊരു പാട്ടാണ്. അപ്പം എല്ലാ മലയാളികളോടും അനുവാദം ചോദിച്ചുകൊണ്ട്, എല്ലാ മ്യൂസീഷ്യൻസിനോടും അനുവാദം ചോദിച്ചുകൊണ്ട് ദാസേട്ടനെ കുറിച്ചുള്ള നമ്മുടെ നാഷിക എഴുതി പാടിയ ആ പാട്ടിന്റെ ഒരു 4 വരി ഞങ്ങളുടെ സൈഡിൽ ആ ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിനു തേൻമഴയായിടും. ഗാനഗന്ധർവ ഗായക, സംഗീത ലോകത്തിൻ നായക, അങ്ങെന്നും പാടുന്ന പാട്ടുകൾ കാതിനു തേൻമഴയായിടും. ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം, ദൈവത്തിൻ വരദാനമാണ് ശബ്ദം. മലയാളത്തിൻ പുണ്യമാണ് യേശുദാസിൻ ജന്മം. നിത്യം നമ്മൾ കേട്ടിടും ആ ശബ്ദം. നിങ്ങൾക്ക് ദാസേട്ടൻ, അപ്പോ ഞങ്ങൾക്ക് പ്രദീപ് മാർട്ടിൻ ഉണ്ടല്ലോ. അപ്പൊ അന്നേരം അവിടെ നിന്ന് ആരും ഇല്ലല്ലേ? റാപ്പിന്റെ ആളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ശരിക്കും ഓണത്തിന്റെ മെഗാ ചാർജാണ് ഓണം. തമ്പത്തിന് പൊന്നോണം എന്ന് പറയുന്നത് പോലെ ഓണത്തിനിടക്ക് പുട്ടുകച്ചവടത്തില് ഞാനും പ്രചോദം കൂടിയൊക്കെ ഏകദേശം പാടി തീർത്തൊരു പാട്ടാണത്. പക്ഷേ നമ്മൾ ഇച്ചിരി തണുത്ത് പോയിട്ടുണ്ട്, ഒത്തിരി കർക്കിടക കാറ്റും തുലാവർഷ പേമാരിയും കറുത്തിരുന്ന മാനവും കണ്ടാൽ മലയാളികൾ ഭയപ്പെടില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പൊന്നിച്ചിങ്ങ മാസത്തിലെ പൊൻതിരുവോണം. ഇപ്പൊ തിരുവോണം മാത്രമേ കലണ്ടറിലുള്ളൂ. അപ്പോ ബാക്കിയെല്ലാം നമുക്ക് ഒരു തരത്തിലുള്ള ഒരു ഓണമായിട്ട് ഇങ്ങനെ കണ്ടാടുന്നു. കാരണം മൊബൈൽ എന്ന് പറഞ്ഞ യന്ത്രം നമ്മുടെ കയ്യിലേക്ക് വന്നതുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് നമ്മൾ ഈ പാട്ട് പോയത്. കാരണം മൊബൈൽ കണ്ടുപിടിച്ചതോടി ചുണ്ടിൽ നിന്ന് മന്ത്രം പോയി, ഈ കയ്യിൽ ഈ യന്ത്രം കിട്ടി ജീവിക്കാനുള്ള കുതന്ത്രത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോ അതിന്റെ ഫലമായിട്ട് മൊബൈൽ നമ്മുടെ കയ്യിലേക്ക് വന്നപ്പോൾ കലണ്ടറിന്റെ കഥ കഴിഞ്ഞു, ടോർച്ചിന്റെ കഥ കഴിഞ്ഞു, ടിവിയുടെ കഥ കഴിഞ്ഞു, റേഡിയോയുടെ കഴിഞ്ഞു, ഡൈനാമോയുടെ കഥ കഴിഞ്ഞു, അതുപോലെ തന്നെ മൂന്നാന്റെ കഥ കഴിഞ്ഞു, നിരവധി പേരുടെ കഥ കഴിഞ്ഞു. ഇത് ഈ മൊബൈൽ ഭാര്യയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പാസ്വേഡും കൂടി അറിയാമെങ്കിൽ ഭർത്താവിന്റെ കഥ കഴിഞ്ഞു. അപ്പോ അത് എല്ലാം വന്ന ഒരു കാലഘട്ടത്തിലാണ് TV എന്ന് പറയുന്ന ചതുരത്തിലുള്ള സാധനം നമ്മുടെ വീട്ടിലേക്ക് വന്നപ്പോ നമ്മുടെ ഓണങ്ങളെല്ലാം ഇങ്ങനെയായി മാറി. അതിൽ മനം നൊന്തുകൊണ്ടാണ് ആ പാട്ടുണ്ടായത്. അത് മനോഹരമായ ഒരു കലാകാരൻ എഴുതിയ മനോഹരമായ വരികള്. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. എനിക്കും പ്രചോദനമൊക്കെ അറിയാവുന്ന ഒരാളായിരുന്നു. കുട്ടനാടൻകാരനായിരുന്നു. BR പ്രസാദ് ആയിരുന്നു. ഇല്ലേ? അങ്ങേരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആ പാട്ടിന്റെ മറ്റൊരു വെർഷനാണ്. റെഡി? ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻകളി, നാട്ടിൽ കളി കാണാനില്ലിന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാത്രനാശക്കളി, അങ്ങടുതല്ലി ഇങ്ങടുതല്ലായി. നാട്ടിലൂഞ്ഞാലാട്ടമില്ല, വീട്ടിലോണത്തിനോണുമില്ല, ഇന്ന് പൂക്കളം തീർക്കലും മാർപ്പുവിളികളും TVയിൽ മാത്രമായി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻകളി, നാട്ടിൽ കളി കാണാനില്ലിന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാത്രനാശക്കളി, അങ്ങടുതല്ലി ഇങ്ങടുതല്ലായി. പണ്ടുപണ്ടേ നമ്മളെല്ലാം ഒരമ്മ പെറ്റ മക്കളെ പോൽ മമ്മതെന്നും തൊമ്മിയെന്നും ഭേദമില്ലാതെ നിന്നിരുന്നു. നാട്ടിലെല്ലാം മായമല്ലേ, കാണുന്നതൊക്കെയും വ്യാജനല്ലേ, കള്ളവാറ്റും പെണ്ണുകേസും നാട്ടിൽ പെരുകുന്ന കാലമല്ലേ. ഓണമുണ്ണാനും കോടി വാങ്ങാനും ചില്ലിക്കാശില്ല, നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല, ഓണത്തിനോണമില്ല, ഇന്ന് പൂക്കളം നിൽക്കലും മാക്കുവിളികളും TVയിൽ മാത്രമായി. ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻകളി, നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാത്രനാശക്കളി, അങ്ങടുതല്ലി ഇങ്ങടുതല്ലായി. നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല, പിന്നെ ഓണത്തിനോണുമില്ല,
ഇന്ന് പൂക്കളം തീർക്കലും മാർക്കുവിളിക്കലും ടി വിയിൽ മാത്രമായി. അടിപൊളി.